ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ട്ലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇംഗ്ലീഷ് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് തുടരുകയാണ്. നമ്മൾ ഇതിനോടകം തന്നെ 1-2 യൂണിറ്റുകളിൽ നിന്നും ഏറ്റവും അധികം വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതാണെന്നും വരാൻ സാധ്യതയുള്ള അപ്രീസിയേഷൻ ഏതാണ് എന്നൊക്കെ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലുമുണ്ട്. ഇപ്പോൾ കുട്ടികൾ ഏറ്റവും അധികം ചോദിക്കുന്നത് ക്യാരക്ടർ സ്കെച്ച് സാർ ഏതാണ് വരിക എന്നുള്ളതാണ്. സോ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതേണ്ടതെന്നാണ്. അതാണ് നിങ്ങൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത്. അതിനുശേഷം ഈ വർഷം വരാൻ സാധ്യതയുള്ള ക്യാരക്ടർ സ്കെച്ച് എൻ്റെ ഒരു ഗസ് എന്താണെന്നുള്ളതും ഞാൻ പറയും. നമുക്ക് പെട്ടെന്ന് നോക്കാം ക്യാരക്ടർ സ്കെച്ച് എങ്ങനെയാണ് എഴുതേണ്ടതല്ലേ. ഒരു ക്യാരക്ടർ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ കുറിച്ചിട്ടാണ് ക്യാരക്ടർ സ്കെച്ച് വരിക. സോ ഏറ്റവും ആദ്യം നിങ്ങൾ എഴുതേണ്ടത് ആ ക്യാരക്ടറിൻ്റെ പേര് എന്താണ്, ആ ക്യാരക്ടറിൻ്റെ പേര്, ആ പേരാണ് നിങ്ങൾ ക്യാരക്ടർ സ്കെച്ചിൻ്റെ ഹെഡിങ് ടൈറ്റിലായിട്ട് തന്നെ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് വങ്കയാണെങ്കിൽ വങ്ക എന്ന് കൊടുക്കുക, മാർത്തയെങ്കിൽ മാത്ത എന്ന് കൊടുക്കുക, ഹോമിയോപ്പാത്ത് ആണെങ്കിൽ ഹോമിയോപ്പാത്ത് എന്ന് കൊടുക്കുക, ആ പേര് കൊടുക്കുക. അതിനുശേഷം ആ ക്യാരക്ടറിന് ആ കഥയിലെ പൊസിഷൻ എന്താണ്. ചിലപ്പോൾ ആ കഥയിലെ ഹീറോ ആയിരിക്കും. ഹീറോയ്ക്കാണ് പ്രോട്ടാഗോണിസ്റ്റ് എന്ന് പറയുക. എന്താ പറയുക? പ്രോട്ടാഗോണിസ്റ്റ്. ഇനി വില്ലൻ ആണെങ്കിൽ ആൻറ്റഗോണിസ്റ്റ്. പ്രോട്ടാഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹീറോ, ആൻറ്റഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ വില്ലൻ അല്ലെങ്കിൽ നെഗറ്റീവ് ക്യാരക്ടർ അല്ലെങ്കിൽ സപ്പോർട്ടിങ് ക്യാരക്ടർ ആവും. ഇപ്പോൾ നിങ്ങൾ ഉദാഹരണത്തിന് മിസ്റ്റർ ത്വരാത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് തോന്നുന്നതെങ്കിൽ അദ്ദേഹം ഹീറോയുമല്ല വില്ലനുമല്ല, ഒരു സപ്പോർട്ടിങ് ക്യാരക്ടറാണ്. അദ്ദേഹം മാത്തയാണെങ്കിൽ മാത്ത ആരാണ്? പ്രോട്ടാഗോണിസ്റ്റാണ്. അതേസമയം അല്യാഗിനൊന്നും ചോദിക്കാറില്ല, അഥവാ അല്യാഗിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ആ കഥയിൽ ആൻറ്റഗോണിസ്റ്റാണ് അല്ലേ. അപ്പോൾ എന്താണ് ആ ക്യാരക്ടറുടെ റോൾ എന്നുള്ളത് പറയുക. പിന്നെ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദെയർ ഇമ്പോർട്ടൻസ് ഇൻ ദി സ്റ്റോറി. ഈ കഥയിൽ അവരുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വളരെ ചുരുക്കി വരിക. ഫസ്റ്റ് പാരഗ്രാഫിലാണ് വളരെ ചുരുക്കിയിട്ടൊന്ന് പറയുക അവർക്ക് എന്ത് ഇമ്പോർട്ടൻസ് ഈ കഥയിലുണ്ടെന്ന്. അതിന് ശേഷം നിങ്ങൾ ഫിസിക്കൽ അപ്പിയറൻസ്, നമ്മൾക്ക് പഠിക്കാനുള്ള കഥയിൽ ഈ കഥാപാത്രത്തിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിനെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജോണിൻ്റെ ക്യാരക്ടർ സ്കെച്ചൊക്കെയാണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ മാർത്തയുടെ ക്യാരക്ടർ സ്കെച്ചൊക്കെയാണ് വരുന്നതെങ്കിൽ ജോണിൻ്റെ ഒരു രൂപം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടല്ലേ. കറുത്ത കോട്ട്, മുടിയൊക്കെ കയറിയിട്ട് കണ്ണടയൊക്കെ ധരിച്ച് റിംലെസ് സ്പെക്ടക്കിൾസ് ഒക്കെ ധരിച്ചിട്ട് പ്രായം തോന്നുന്ന 40 വയസ്സൊക്കെ തോന്നുന്ന ഒരാൾ എന്നൊക്കെ പറയുന്നുണ്ട്. മാത്തയാണെങ്കിൽ ഇങ്ങനെ മെലിഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് അപ്പിയറൻസിനെ കുറിച്ച് എഴുതുക. ത്വരാത്താണെങ്കിൽ അയാളുടെ കയ്യിലൊരു മുറിവുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, ഹെൽത്തി ആണെന്ന് പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഫിസിക്കൽ സ്റ്റൈലിനെ കുറിച്ച്, അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലിനെ കുറിച്ചിട്ടും കാര്യങ്ങളുമൊക്കെയാണ് നമ്മൾ രണ്ടാമതായിട്ട് എഴുതേണ്ടത്. അത് കഴിഞ്ഞ് ഇനി യുണീക്ക് ഫിസിക്കൽ ട്രേസ്, നിങ്ങൾ പ്രത്യേകത ശരീരത്തിലുണ്ടോ. അപ്പോൾ ത്വരാത്തിൻ്റെ ഒക്കെ വന്ന അയാളുടെ കയ്യിലുള്ള ആ മുറിവ്, അതേപോലെ നമ്മുടെ മാർത്തയെക്കുറിച്ച് വന്നാൽ ബീൻ പോൾ എന്ന് പറയുന്നുണ്ട്. എന്താ പറയുക, മെല്ലെ മെലിഞ്ഞ പെൺകുട്ടിയാണെന്നുള്ളത്. അല്ലെങ്കിൽ ഹോമിയോപ്പത്തിനെ കുറിച്ച് വന്നാൽ അയാൾ മീശ അങ്ങനെ പൊടിമീശ കൊണ്ട് നടക്കുന്ന എപ്പോഴും ചിരിക്കുന്ന ഒരാളായിരുന്നു എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പ്രത്യേകതകളുണ്ടെങ്കിൽ അത് എഴുതണം. അത് കഴിഞ്ഞിട്ട് പേഴ്സണാലിറ്റി ട്രൈസ്, അയാളുടെ വ്യക്തിയുമായി ബന്ധപ്പെട്ട അയാളുടെ സ്വഭാവത്തെക്കുറിച്ചിട്ട് നമ്മൾ എഴുതണം. സ്വാഭാവികമായിട്ടും നമുക്ക് പഠിക്കാൻ എല്ലാ കഥയിലും കഥാപാത്രങ്ങളുടെ ചില പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ വാങ്കയെക്കുറിച്ചിട്ടാണ് വരുന്നതെങ്കിൽ വാങ്ക വളരെ ഇന്നസെൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഹോമിയോപ്പാത്താണെങ്കിൽ അദ്ദേഹം എല്ലാവർക്കിടയിലും ശ്രദ്ധിക്കപ്പെടണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന, സുന്ദരനായി നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് പറയുന്നുണ്ട്. മാത്ത വളരെ ബ്രില്യൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. ആ കഥാപാത്രത്തിൻ്റെ ഗുണഗണങ്ങൾ, അയാൾ കൈൻഡ് ആണോ, ബ്രേവ് ആണോ, സെൽഫിഷ് ആണോ, ഇൻ്റലിജൻ്റ് ആണോ, ഇന്നസെൻ്റ് ആണോ, ലവിങ് ആണോ, കെയറിങ് ആണോ, ആ രീതിയിൽ ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചിട്ട് നിങ്ങൾ എഴുതണം. പിന്നീട് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും, കഥാപാത്രത്തിൻ്റെ സ്ട്രെങ്ത്ത് എന്തൊക്കെയാണ്, വീക്ക്നെസ് എന്തൊക്കെയാണ്, അത് നമ്മൾ തീർച്ചയായിട്ടും എഴുതണം. സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എഴുതുമ്പോൾ നമ്മൾ ഉദാഹരണത്തിന് പല ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടും ചോദിക്കാറുണ്ട്. ഇപ്പോൾ മാത്തയെക്കുറിച്ചിട്ടാണെങ്കിൽ അവളുടെ സ്ട്രെങ്ത്ത് എന്താണ്, അവൾക്ക് എന്ത് പ്രതിസന്ധി നേരിടാൻ തയ്യാറാണ്, അല്ലെങ്കിൽ പ്രതിസന്ധി നേരിടാനല്ല, അവൾ വളരെ നന്നായിട്ട് പഠിക്കുന്ന അങ്ങനെ ക്വാളിറ്റിയുള്ള കുട്ടിയാണ്. വീക്ക്നെസ് എന്ന് വെച്ചാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ തളർന്നു പോകും അല്ലേ. തൻ്റെ ടീച്ചേഴ്സ് തമ്മിൽ ഒരു കോൺവെർസേഷൻ കേൾക്കുമ്പോൾ ആകെ ഡൗണായി പോവുകയാണ്. അപ്പോൾ അതെന്താണ്, അയാളുടെ വീക്ക്നെസ്സാണ്, അങ്ങനെ പെട്ടെന്ന് ധൈര്യമില്ലാത്തൊരവസ്ഥ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ എഴുതുക. ഹൗ ദേ ബിഹേവ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവർ അവർ എങ്ങനെയാണ് പെരുമാറുന്നത്, അതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ പിന്നീട് എഴുതണം. അത് കഥയിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവില്ലേ എങ്ങനെയാണ് പെരുമാറുന്നതെന്നൊക്കെ. പിന്നെ വേണ്ടത് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് റോൾ ഇൻ ദി സ്റ്റോറി, ഈ കഥയിലെ അവരുടെ ഇമ്പോർട്ടൻസ്. അവിടെ നിങ്ങൾക്ക് സ്റ്റോറിയുടെ ഒരു ചെറിയ സമ്മറിയൊക്കെ വേണമെങ്കിൽ എഴുതി വെക്കാം. ഈ കഥാപാത്രത്തിന് ആ കഥയിലുള്ള റോൾ എന്താണ്, അതേപോലെ ഹൗ ദേ ഇൻഫ്ലുവൻസ് അപ്പോൾ മെയിൻ കഥയിൽ അവരെങ്ങനെയാണ് കണക്റ്റ് ആവുന്നത്. ഇപ്പോൾ ത്വരാത്തിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ ത്വരാത്ത് എങ്ങനെയാണ് പ്രൊജക്ട് ടൈഗർ എന്ന ചാപ്റ്ററിൻ്റെ ഭാഗമായിട്ട് മാറുന്നതും എത്രമാത്രം ഇമ്പോർട്ടൻറ്റ് ത്വരാത്തിനുണ്ടെന്ന് നമുക്കറിയില്ല. ആ ടൈഗർ വെച്ചുള്ള ഷൂട്ടിംഗ് സീനിൽ ആദ്യം ത്വരാത്താണ് മുൻകൈ എടുത്ത് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പിന്നീട് ഒരു തവണ ഷൂട്ടിംഗ് പരാജയപ്പെട്ടു വീണ്ടും ത്വരാത്ത് വളരെ ഒരു മടിയും കൂടാതെ വീണ്ടും വരികയാണ്. ആ രീതിയിൽ ആ കഥയെ എത്രമാത്രം ഈ ക്യാരക്ടർ സ്വാധീനിക്കുന്നു എന്നുള്ളത് എഴുതുക. ആൻജെയിൻ, നമ്മുടെ നെവർ റെസ്റ്റിലെ ആൻറ്റിയുടെ ക്യാരക്ടർ സ്കെച്ചാണ് വരുന്നത് എങ്കിൽ അവർ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, അവർ എത്രമാത്രം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അത് എത്രമാത്രം ജാക്കിൻ ഏഞ്ചലിനെ സഹായിക്കുന്നുണ്ട്, ഈ രീതിയിൽ ആ കഥയിൽ ആ കഥാപാത്രത്തിലുള്ള റോൾ എത്രമാത്രം പവർഫുള്ളാണ് എന്നുള്ളത് നിങ്ങൾ എഴുതണം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ക്യാരക്ടർ സ്കെച്ചിൽ വേണ്ടത്. ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുമ്പോൾ വെറുതെ കഥയുടെ ഒരു
എന്താ പറയുക, സമ്മറി എഴുതി വെക്കലല്ല എന്ന ധാരണ ബോധ്യം നിങ്ങൾക്ക് വേണം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വേണം. ഈ PDF-ൻ്റെ ഒരു ഈ PDF ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾ നോക്കി വെച്ചോളൂ എഴുതുമ്പോൾ. ഇനി നിങ്ങൾ കാത്തിരുന്ന പ്രഡിക്ഷൻ എന്ന വാക്ക് കേട്ടാലേ എനിക്ക് പേടിയാണ്. കാരണം ഇപ്പോൾ മോഡൽ പരീക്ഷയ്ക്ക് ഞാൻ പറഞ്ഞത് ചിലത് വന്നിട്ടുണ്ട്, ചിലത് വന്നിട്ടില്ലെങ്കിൽ പിള്ളേർ പറയും സാർ നിങ്ങളിത് പറഞ്ഞു ഞാനത് പഠിച്ചു വന്നിട്ടില്ല. ഇനി നമുക്കങ്ങനെ പ്രഡിക്റ്റ് ചെയ്യുന്നതൊന്നും ശരിയായി പ്രഡിക്റ്റ് ചെയ്യാമെന്നൊന്നും എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല. എല്ലാവർക്കല്ല, പലർക്കും കഴിയാറില്ല. എങ്കിലും ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട്, ഇതുവരെയുള്ള ചോദ്യപേപ്പറിൻ്റെ പാറ്റേൺ വെച്ചിട്ട്, ഞാനൊരു വിദ്യാർത്ഥി എന്ന നിലയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്ന ഒരു 3 ക്യാരക്ടർ സ്കെച്ചുകൾ പറയാം. ഇതിലേതെങ്കിലും ഒന്ന് നാളെ വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. വരാതെയും ഇരിക്കാം. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന 3 ക്യാരക്ടർ സ്കെച്ചുകളിൽ ഒന്ന് ജോണാണ്, മിസ്റ്റർ ജോൺ. 2 കോൺസ്റ്റാൻറ്റിൻ മഗറിഷ്, വങ്കയുടെ ഗ്രാൻഡ് ഫാദർ. 3 ഹോമിയോപാത്ത്, നമ്മുടെ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് എവർമേഡിലെ ജോണിൻ്റെ ക്യാരക്ടർ സ്കെച്ചോ, വാങ്കയിലെ ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള കോൺസ്റ്റാൻറ്റിൻ മഗറിഷിൻ്റെ ക്യാരക്ടർ സ്കെച്ചോ, അതുമല്ലെങ്കിൽ ഹോമിയോപാത്തിൻ്റെ സ്നേക്ക് ആൻഡ് നെവറിലെ ഹോമിയോപാത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ചോ വന്നേക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഈ 3-ൽ ഏതാണ് സാറിന് കൂടുതൽ വരാൻ സാധ്യത എന്ന് ചോദിച്ചാൽ ഞാൻ കോൺസ്റ്റാൻറ്റിൻ മഗറിഷ് എന്ന് പറയുന്ന വങ്കയുടെ ഗ്രാൻഡ് ഫാദറിൻ്റെത് വരുമെന്ന് ചിലപ്പോൾ ഞാൻ പറയും. കാരണം എനിക്കതിങ്ങനെ തോന്നുന്നത് അത് വരുന്നു. വരാതിരിക്കാം, അത് ഡിപ്പെൻഡ്. നിങ്ങളെല്ലാം പഠിക്കുക, കുറേ ക്യാരക്ടേഴ്സിന് പഠിക്കാനല്ലേ, പറ്റുന്നൊക്കെ പഠിക്കുക. പറ്റുന്ന പഠിക്കാനുള്ള കഥയും കഥാപാത്രം പ്രത്യേകത ഓർമ്മയുണ്ടെങ്കിൽ ഇതേ ഫോർമാറ്റ് എഴുതി വെച്ചാൽ മതി. പിന്നെ നിങ്ങൾ ചോദിച്ചത് കൊണ്ട് എൻ്റെ ഒരു പ്രതീക്ഷയാണ് പറഞ്ഞത്. തെറ്റാതിരിക്കാം. വീണ്ടും കാണാം. താങ്ക് യു.